അർജന്റീനയിൽ വെച്ചിട്ട് എൻ്റെ ഫോണ് പോയ കാര്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പലരും ചോദിച്ചു അത് കിട്ടിയോന്ന്. അത് കിട്ടത്തില്ല, അത് പോയതാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ പൈസ കിട്ടി. അതെങ്ങനെയാണെന്നല്ലേ, എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടാണ് പോവാറ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് പറയാനാണ്. എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ട് പോവാം. ഞാൻ ICICIയുടെ ലംബാർഡ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ആണ് എടുത്തിരുന്നത്. അത് ഒരു വർഷത്തേക്കാണ് ഞാൻ എടുത്തിട്ടാണ്. എല്ലാ രാജ്യത്തും ഉണ്ട്. USA കാനഡ ഒഴിച്ചുള്ള എല്ലാ രാജ്യത്തും അത് വാലിഡ് ആണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അർജന്റീനയിൽ വെച്ചിട്ട് ഫോൺ പോയപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ പേപ്പർ മേടിച്ചു. നമ്മുടെ FIR രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം. അവിടുത്തെ പേപ്പർ മേടിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നു. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ടിലുള്ള വിസ, പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ്, ഈ ഫോണിന്റെ ഒറിജിനൽ ബില്ല്, പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ പേപ്പർ, അങ്ങനെ കുറെ ഡോക്യുമെന്റ് എല്ലാം കൂടി വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്തത് എനിക്ക് ഇൻഷുറൻസ് എടുത്ത് തന്നത് അലക്സ് എന്ന് പറഞ്ഞൊരു ചേട്ടനാ, നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. പുള്ളി വഴിയാണ് ഇത് ചെയ്തത്. അങ്ങനെ ക്ലെയിം ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫോണിന്റെ ഫുള്ള് പൈസ കിട്ടിയില്ല. ഐഫോൺ ആയിരുന്നു. $1000 എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കറക്റ്റ് 25ാമത്തെ ദിവസം. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴ്ത്തി ഞാൻ ആ ചേട്ടൻ്റെ നമ്പർ കൊടുക്കാം. അലക്സ് എന്നാണ് പേര്. പുള്ളിയാണെങ്കിൽ ഇത് എടുത്തു തന്നത്. ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ട് യാത്ര ചെയ്യുക, അതാണ് ഏറ്റവും സേഫ്. ഇതിപ്പോൾ ഞാൻ എടുത്ത പോലെ ഒരു വർഷത്തേക്കൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. 6000 രൂപയോ 7000 രൂപ എന്തോ വന്നായിരുന്നു. നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ള യാത്രയൊക്കെ ഉള്ളെങ്കിൽ അത്രയും ദിവസത്തേക്ക് മാത്രം എടുത്താൽ മതി. അതിന് 1000 രൂപ അതിൽ താഴെയൊക്കെ വരത്തുള്ളൂ. വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസും കൂടി ഇൻക്ലൂഡ് ആണ്. അതായത് നിങ്ങൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൈസ പോകും. ഇന്ത്യൻ മണി അല്ലല്ലോ, വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പൈസ ആയിരിക്കും. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര റേറ്റ് ഒക്കെ വരും. ഞാൻ എടുത്തിരിക്കുന്നതിലൊക്കെ $50,000 ഒക്കെ കവർ ചെയ്യുന്ന മെഡിക്കൽ ഇൻഷുറൻസും കൂടി ഉള്ളതാണ്. പിന്നെ ലോസ്റ്റ് ലഗേജ്, നമ്മുടെ ലഗേജ് ഫ്ലൈറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ഫ്ലൈറ്റ് ഡിലേ ആയാൽ, ഇതുപോലെ സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജുകൾ പല വ്യത്യസ്ത ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എടുത്തിട്ട് പോകുന്നത് ഇതേപോലെ ഒരു സേഫ്റ്റിയാണ്, നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.